വിശുദ്ധ റമദാനിന് മഹത്വമുണ്ടാവാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഈ മാസത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ അത് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. റമദാനിലെ എല്ലാ ദിനരാത്രങ്ങളിലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല. റമദാനിലെ അതിമഹത്തരമായ ഒരു രാവുണ്ട്, അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവ്. ആ രാവ് ഉൾക്കൊള്ളുന്ന മാസമായതുകൊണ്ട് റമദാനിന് മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആവട്ടെ നമ്മുടെ ഭരണഘടനയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. പലപ്പോഴും നാം അത് ചിന്തിക്കാറില്ല. ഒരു വലിയ മുതലാളി, അയാൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, കാറുകളുണ്ട്, ഇങ്ങനെ തുടങ്ങി വലിയ ഒരു സമ്പന്നൻ. പക്ഷേ അയാളടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിൻ്റെയും റെക്കോർഡ് അയാളുടെ കയ്യിലില്ല. റെക്കോർഡുകളില്ലാതെയാണ് ഈ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമസ്ഥനായി അറിയപ്പെടുന്നത് എങ്കിൽ നമ്മളൊക്കെ അയാളെക്കുറിച്ച് എന്താ വിലയിരുത്തുക? അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ നട്ടകാരിയായിരിക്കും. പരിശോധനയ്ക്ക് വരുമ്പോഴാണ് പേപ്പറുകളൊന്നും ക്ലിയർ അല്ല, ഒരു നിലക്കുള്ള റെക്കോർഡുകളും അതില്ല. കാരണം ഇതിനുള്ള അർഹത ഈ സ്ഥാപനത്തിൻ്റെ, ബിൽഡിങ്ങിൻ്റെ, അതുപോലെയുള്ള അയാൾ അധീനപ്പെടുത്തിയിട്ടുള്ള ഒന്നിനും അയാൾക്ക് അവകാശമില്ലാത്ത വിധത്തിലാണ് എങ്കിൽ അതെല്ലാം ഗവൺമെൻറ് കൊണ്ടുപോകും. പിന്നീട് അയാൾ പാപ്പർ സൂട്ടായി നടക്കേണ്ടി വരും. ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ആ വിശുദ്ധ ഖുർആന്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടല്ല നാം ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഇസ്ലാമിൻ്റെ ദായിറയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല. പാരത്രിക ലോകത്ത് നാം പരാജയപ്പെട്ടു പോകും വിശുദ്ധ ഖുർആനെ അവഗണിച്ചാൽ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് തന്നെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. ആ ഖുർആൻ കേൾക്കാൻ എന്തൊരു ചന്തമാണ്, പാരായണം ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ മഹത്വങ്ങൾ. ഖുർആൻ കേൾക്കുന്നതും ഖുർആനിലേക്ക് നോക്കുന്നതും ഖുർആനിൽ ചിന്തിക്കുന്നതുമൊക്കെ വലിയ വലിയ മഹത്വമുള്ള ഇബാദത്താണ്. പക്ഷേ അതിനൊന്നും നമുക്ക് സമയമില്ല, നമ്മൾ വലിയ തിരക്കാണ്. ഖുർആൻ എന്ന് എടുത്തു വെച്ച് നോക്കി ഒരല്പസമയം പാരായണം ചെയ്യുമ്പോഴേക്ക് നമുക്ക് വലിയ തിരക്കായി പോയി ഓടിപ്പോവുകയാണ്. വേറെ വലിയ തിരക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ദുന്യവിയായ ആവശ്യങ്ങളാണ്, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആനിലേക്ക് നോക്കുന്നത് വലിയ ഇബാദത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅക്ക് മുമ്പും അല്ലെങ്കിൽ ശേഷമൊക്കെ ഖതീബുമാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ അവരിങ്ങനെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ആ ഖുർആൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. കേട്ടിരിക്കലും നമ്മുടെ മേൽ കടമയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അള്ളാഹുവിൻ്റെ ഓർഡറാണിത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഫസ്തമിഊ ലഹു, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കണം. മാത്രമല്ല വഅൻസിതു, നിങ്ങൾ മൗനം ദീക്ഷിക്കണം. ആ സമയത്ത് മറ്റ് സംസാരങ്ങളിൽ ഇടപെടരുത്, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചു കേൾക്കുകയും നിങ്ങൾ മിണ്ടാതിരിക്കുകയും വേണം. പക്ഷേ ഖുർആന്റെ കൂടെ ഓതാവുന്നതാണ്, അതിനെ അലങ്കോലപ്പെടുത്തുന്ന വിധത്തിലല്ല. മറ്റ് എന്തെങ്കിലും ദുന്യവിയായ സംസാരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം. പലപ്പോഴും വഅദിന്റെ മജ്‌ലിസുകളിലൊക്കെ ആ വഅദ് തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദുമാരെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ, സാദാത്തുക്കളെ, നേതാക്കളെയൊക്കെ കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സദസ്സിലൊരു ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഖുർആനിൻ്റെ കേസറ്റുകൾ ഇടുന്നവരുണ്ട്. ആ കേസറ്റ് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല. അവിടങ്ങളിലൊക്കെ സംസാരങ്ങളാണ്, മറ്റ് ചിന്തകളിലാണ്. ഈ ശബ്ദമുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ആ വിധത്തിലല്ല ഖുർആൻ നാം ശ്രദ്ധിക്കേണ്ടത്. പോകുന്ന സമയത്ത് കാസറ്റിലാവട്ടെ നാം ഖുർആൻ കേട്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ആയത്ത് പൂർത്തിയാകുന്നത് വരെ നാം വളരെ ശ്രദ്ധയോടുകൂടെ
സമയമുണ്ടെങ്കിൽ പൂർണ്ണമായി എത്ര സമയമാണോ അത്രയും നിന്ന് കേൾക്കാൻ വേണ്ടി നാം തയ്യാറാവണം. പലപ്പോഴും ഉസ്താദ്മാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരായത്തങ്ങ് തുടങ്ങി അതങ്ങ് പരിപൂർണമായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ലഫ്ലുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഓപ്പറേറ്റർമാർ അതങ്ങ് ബട്ടൺ അങ്ങ് അമർത്തിയാൽ ആ ആയത്തിന്റെ അതിന്റെ ആ പവറൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എവിടെയാണോ ചങ്കി പിടിച്ചത് അവിടെയാണ് സ്റ്റോപ്പാക്കപ്പെടുന്നത്. ആ രൂപത്തിലല്ല വേണ്ടത്. ഓപ്പറേറ്റർമാരാണെങ്കിലും ആ ആയത്ത് പൂർണ്ണമായതിന് ശേഷം സ്വിച്ച് ഓഫാക്കുമ്പോൾ അതിനും പ്രതിഫലമുണ്ട്. അവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനോടുള്ള മര്യാദയാണ്. അപ്പൊ ഖുർആനിലേക്ക് നോക്കൽ അതിമഹത്തരമായ ഇബാദത്താണ്. ഖുർആൻ കേൾക്കൽ അതും പുണ്യകരമാണ്. ഖുർആൻ കേൾക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് ആജ്ഞാപിക്കുന്നത്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ നൽകപ്പെടുന്നവരാവാൻ വേണ്ടി നാം കാരുണ്യത്തിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നവരാണ്. ഈ റമദാനു ശരീഫിന്റെ 1-ാമത്തെ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കാരുണ്യം ചൊരിഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ റഹ്മത്തിന്റെ 10 എന്നാണ് ഇതിന്റെ പേര്. ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടെ ഈ ആദ്യത്തെ 10 സമാപിക്കുകയാണ്. രണ്ടാമത്തെ ഒരു 10ലേക്ക് നാം കടക്കാനിരിക്കുകയാണ്. പരമാവധി അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം, മഗ്ഫിറത്തിന് വേണ്ടി ആവശ്യപ്പെടണം, സ്വർഗത്തിന് വേണ്ടി ആവശ്യപ്പെടാം, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അപേക്ഷ നൽകണം. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലാണോ നാം എന്ന് വളരെ വളരെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും വരണമെന്ന് അള്ളാഹു നമ്മെ വളരെ സ്നേഹത്തോടു കൂടെയാണ് ക്ഷണിക്കുന്നത്. ഇന്നത്തെ ഖുത്ബയിൽ നാം കേട്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന يا عبادي الذين قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, അള്ളാഹു വളരെ സ്നേഹത്തോടു കൂടെയാണ് യാ ഇബാദി, എൻ്റെ അടിമകളെ. ആ എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നതിൽ അങ്ങേയറ്റത്തൊരു സ്നേഹവും കാരുണ്യവും അവിടെ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, എനിക്ക് ഏറ്റവും പ്രിയമുണ്ട് നിങ്ങളോട്, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഖുൽ നബിയെ തങ്ങൾ പറയണം യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് സംബോധനം ചെയ്യാൻ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾക്ക് മേൽ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയവരാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അങ്ങനെയുള്ള എൻ്റെ അടിമകളെ ക്ഷണിക്കുക. എന്താണ് പറയുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങളാരും ആശ മുറിയരുതേ. ഒരിക്കലും നിരാശ വേണ്ട. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയല്ലോ. ഓരോരുത്തരും അവനവന്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചാണ് ഓർക്കേണ്ടത്. അതിന്റെ പേരിലാണ് ഭയപ്പെടേണ്ടത്. അതിന്റെ പേരിലാണ് അല്ലാഹുവിലേക്ക് എതിച്ചു മടങ്ങേണ്ടത്. മറ്റേതെങ്കിലും കുറ്റവാളികളെ കുറിച്ചുള്ള ചിന്തയല്ല, അവരെ കുറിച്ച് വിലയിരുത്തലല്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എത്രയാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്തത്, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചത്, എന്ത് ഇബാദത്താണ് എൻ്റെ കൈവശമുള്ളത്, അള്ളാഹുവിലേക്ക് ചെല്ലാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന അങ്ങേയറ്റത്തെ ബേജാറോടുകൂടെ നാം ചെയ്ത തെറ്റുകുറ്റങ്ങളാണ് ഏറ്റവും വലിയത് എന്ന ഓർമ്മയോടുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനൊത്തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. പക്ഷേ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുപോലെ, മടങ്ങേണ്ടതുപോലെ മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കുമ്പോൾ അള്ളാഹു ഏറ്റെടുക്കാൻ രക്ഷപ്പെടുത്താനും അവൻ സന്നദ്ധനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ വല്ലാതെ പുറത്തു തരുന്നവനാണ്, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ്. ആ കാരുണ്യവും മഗ്ഫിറത്തും കണക്കിലെടുത്തുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ആവശ്യപ്പെടണം, റബ്ബിലേക്ക് മടങ്ങണം എന്ന് എന്നോടും നിങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയും നമ്മുടെ തൗബയും അതുപോലെ തന്നെ അല്ലാഹുവിലേക്കുള്ള അപേക്ഷയുമൊക്കെ സ്വീകരിക്കാൻ